ചലനാത്മകമായ ഒരു രാജ്യത്ത് തിരുത്തലുകൾ ആവശ്യമാണ്, ഗതിമാറ്റം ആവശ്യമാണ്. അതൊക്കെ സമയാസമയത്ത് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്, ചില ശക്തികളുമുണ്ട്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഏറ്റവും കൂടുതൽ ശക്തിയാണ് എന്ന് ഞാൻ കരുതുന്നു. എത്ര വഴിമാറി ഓടാനും നമുക്ക് കഴിയും. ഗതിമാറ്റം നടത്താനാവും. മിഡ് കോഴ്സ് കറക്ഷൻ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ സമൂഹത്തിൻ്റെ സിംബൽസായിട്ട് മാറാറുണ്ട്. അതെല്ലാ ചലനാത്മകമായ എല്ലാ ഡൈനമിക് സൊസൈറ്റി കാണുന്നതെന്നാണ്. എങ്കിലും ഇന്ത്യക്ക് ഒരിക്കലും ഷേക്സ്പിയർ പറയും പോലെ a never fixed mark which does not alter when it alteration finds. അതാണ് ഭാരതീയ പൈതൃകം. അതിനൊരിക്കലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. നേതാക്കന്മാർ മാറും, ഇസങ്ങൾ മാറും, രംഗപ്രവേശനം, എങ്കിലും ഭാരതീയ സംസ്കാരം അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. മിഷൻ കലാക്രാന്തിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാർ, യുവജനങ്ങൾ, വളർന്നു വരുന്ന ആൾക്കാർ, അവരെ പല രീതിയിലുള്ള സോഫ്റ്റ് പവർ കൊടുത്ത്, അത് കലയിലാകാം, സാഹിത്യത്തിലാകാം, മറ്റു പല കാര്യങ്ങളിലുമാകാം. പക്ഷേ അത്തരമൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? യുവജനങ്ങൾക്ക് കുഴപ്പം എന്നൊന്നില്ല. യുവജനങ്ങളെ നാം നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് ചിലതൊക്കെ കുഴപ്പമായിട്ട് തോന്നുന്നത്. അവരവരുടെ നൈസർഗികമായ രീതിയിൽ മുൻപോട്ട് പോകുന്നത് സ്പോണ്ടേനിയസ്ലി. അവരെ അവരുടെ വഴിക്ക് വിടുക. ഖലീൽ ജിബ്രാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമ്പത്ത് കൊടുക്കാം, മറ്റെന്തും കൊടുക്കാം, പക്ഷേ അവൻ്റെ ചിന്ത അവൻ്റെത് മാത്രമായിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദേ ആർ പാത്ത് ഫൈൻഡേഴ്സ്. അവർക്ക് വഴികാട്ടി കൊടുക്കേണ്ടതില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. അതാണ് യേശുദേവൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ എൻ്റെ അടുത്തേക്ക് വിടുക. ഇതുതന്നെയല്ലേ ഷേക്സ്പിയർ പറഞ്ഞു, ദ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. ഇതുതന്നെയല്ലേ വൈലോപ്പള്ളി, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക. കുഞ്ഞുങ്ങൾ വഴി പിഴച്ചൊന്നും പോയില്ല, അത് ഉറപ്പാണ്. അവരവരുടെ വഴിക്ക് പോട്ടെ. നല്ല വഴി തിരഞ്ഞെടുക്കാൻ അവർക്കറിയാം. അതുകൊണ്ട് നമ്മൾ മുതിർന്നവർ പോയ വഴി അവർക്ക് കാട്ടിക്കൊടുക്കാത്തതാണ് നല്ലത്. ലെറ്റ് ദം ബി പാത്ത് ഫൈൻഡേഴ്സ്. വി ഹാവ് ട്രെമൻഡസ് ഫെയ്ത്ത് ഇൻ ദ യൂത്ത് ഓഫ് ദിസ് കൺട്രി. ദേ വിൽ ലീഡ് ദ വേ. ഇപ്പോൾ സംരംഭക രംഗത്തൊക്കെ അത്തരത്തിൽ പുതിയ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വരികയും അവർ വലിയ വിജയമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അത് അവരെ അവരുടെ വഴിക്ക് വിടുന്ന മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടും സമൂഹമുള്ളതുകൊണ്ടും അങ്ങനെയുള്ളൊരു ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടതുകൊണ്ടും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഈ 1990-ലുണ്ടായ ലിബറലൈസേഷന് ശേഷം നമ്മുടെ രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ വന്നു, അല്ലെങ്കിൽ ടെക്നോളജിയുടെ കടന്നുവരവുണ്ട്, നമ്മുടെ ലോകം തുറന്നു. പക്ഷെ പുതിയ ലോകത്ത് ഉണ്ടാകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഉള്ള സ്കിൽസ് നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇതില്ല എങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ മിഷൻ കലാക്രാന്തിയിലുണ്ട്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം. കപ്പാസിറ്റി ബിൽഡിംഗ് അത് നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ പൂർണ്ണമായ വേണ്ട രീതിയിൽ നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനമായൊരു കാര്യമാണെന്ന് രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. നാം എല്ലാം അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇവിടെ ഓൺട്രപ്രണീർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ് നാം കുഞ്ഞുങ്ങളെ ഇടിച്ചു താത്തി. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് യുഗം, സ്റ്റാർട്ടപ്പ് റഷ്യം. ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. എത്ര 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് യൂണിക്കോൺസായി മാറിയത് എന്ന് പറഞ്ഞാൽ 100 ബില്യൺ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നു. കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു മലയാളി തുടങ്ങി വെച്ച ക്യാംകോമാണ്. മലയാളിയാണ്. എത്രയോ മലയാളികൾ, എത്രയോ ഇന്ത്യക്കാർ, അവർ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു സ്റ്റാർട്ടപ്പിലൂടെ. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മളെ ഇടിച്ച് കാണരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടിച്ച് കാണരുത്. അവരവരുടെ വഴിക്ക് വിടുക. ഒരു കാര്യം നാം ആലോചിക്കണം, ഇതൊരു സാഹിത്യ ചർച്ചാ വേദിയാണല്ലോ. ഭാരതം എന്ന പേരെങ്ങനെയുണ്ടായി? ഭാരതം എന്ന പേര് ഭരതകുമാരനിൽ നിന്നുണ്ടായി. ഏത് ഭരതൻ? രാമായണത്തിലെ ഭരതകുമാരനല്ല, ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനായ ഭരതൻ. ഈ കുഞ്ഞിനെ അവൻ്റെ അച്ഛൻ ആദ്യമായി കാണുന്നത് ഒരു സിംഹത്തിൻ്റെ വായ് പിളർന്ന് പല്ലെണ്ണി നോക്കുന്ന ധീരകുമാരനായിട്ടാണ്. ആ കുഞ്ഞിൽ നിന്നാണ് ഭാരതം അതിൻ്റെ പേര് സ്വീകരിച്ചത്. അതുപോലെ ചെറുപ്പം മുതൽ നാം കേട്ട് വളരുന്നതാണ്, ചക്രവ്യൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ ഭീമസേനനും അർജുനനും പോലുള്ള വീരന്മാർ മടിച്ചും മറച്ചും നിന്നപ്പോൾ ഞാനൊരു ബാലൻ അശക്തനെന്നാവിലും മാനിയാമനുടെ താതനയോർക്കും എന്ന് പറഞ്ഞുകൊണ്ട്
ധൈര്യപൂർവ്വം കടന്നു ചെന്ന അഭിമന്യു പയ്യനായിരുന്നു. കുഞ്ഞുങ്ങളിൽ നിന്നാണ് നാം പഠിക്കേണ്ടത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും കുറച്ച് കാണരുത്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മോവാകാം. അവരാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. അവർക്ക് നമ്മെ മുമ്പോട്ട് നയിക്കാൻ ആവുകയും ചെയ്യും.